അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരവസരം ലഭിച്ചതിന്. എൻ്റെ പേര് മിൻറ്റു. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത സെൻറ്റ് എഫ്രൈം ചെറുക്കടവ് ചർച്ചിൽ നിന്ന് വരുന്ന ഇടവാംഗമാണ്. ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 16/8/2019 ഞാനിവിടെ വന്ന് സാക്ഷ്യമെടുക്കാനുള്ള ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് OAT എഴുതിയിട്ട് പാസ്സാവുന്നില്ലായിരുന്നു. അപ്പോൾ OAT എഴുതി പാസ്സാവാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, 2 പ്രാവശ്യം പുതുക്കി. ഞാൻ 2-3 പ്രാവശ്യം OAT എഴുതി. പക്ഷെ ഞാൻ OAT പാസ്സായില്ല. ധ്യാനങ്ങളെല്ലാം കൂടും, തൈലവും എല്ലാം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാൻ പാസ്സാവുകയും ചെയ്തില്ല. അപ്പോഴത്തേക്കും കോവിഡ് വന്നു. പിന്നെ എനിക്ക് ധ്യാനത്തിനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2ാമത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം ഒട്ടും വരാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു 9ാം മാസമായപ്പോൾ ഞാൻ ബാത്റൂമിൽ പുറമടിച്ച് വീണു. എനിക്ക് 2 ദിവസമുള്ളൂ സിസേറിയന് വേണ്ടിയിട്ട്. അതിന് മുന്നേ ഞാൻ പുറമടിച്ച് വീണു ബാത്റൂമിൽ. പക്ഷെ തൈലമൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ അന്ന് തന്നെ ആശുപത്രിയിൽ പോയി. പക്ഷേ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാതെ കുഞ്ഞിനെ പ്രസവിച്ചു. അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന് ഒരു 6 മാസമായപ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായി പെട്ടെന്ന്, ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു വഴി തെളിച്ച് തരണേ. പിന്നെ ഞാൻ ജോലിയില്ലാതെ വീട്ടിലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും എനിക്ക് OAT എഴുതാൻ താല്പര്യമില്ലായിരുന്നു. കാരണം പൈസയുടെ ഒരു ഇതും കൊണ്ടും ഒരാൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടും. അങ്ങനെ ഞാൻ ഇരിക്കുന്നത് പെട്ടെന്നാണ് എനിക്കൊരു ഓഫർ വന്നത്. ആ സമയത്ത് കോവിഡായിരുന്നു. പെട്ടെന്ന് എനിക്ക് ന്യൂസിലാൻഡിൽ നിന്നൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഒരു ഓഫർ വന്നു എനിക്ക്. അതെനിക്ക് വിത്ത് ഫാമിലിയിൽ എനിക്ക് പോകാം. പക്ഷെ ഞാൻ ഈ ഉടമ്പടിയിൽ OAT വെച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ 2ാമത്തെ ഒരു ഉടമ്പടി എൻ്റെ ആവശ്യമായിട്ട് വെച്ചായിരുന്നു മാതാവിൻ്റെ അടുത്ത്. എൻ്റെ കുടുംബമായിട്ട് എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരു അവസരം തരണമേ എന്ന് ഞാൻ വെച്ചായിരുന്നു. പക്ഷെ മാതാവ് എനിക്ക് OAT പാസ്സായില്ലെങ്കിലും എനിക്ക് എല്ലാവരും ഒരുമിച്ച് വെളിയിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരെയും വിസയും കാര്യങ്ങളും പെട്ടെന്ന് ശരിയായി. ഞങ്ങൾ വെളിയിൽ പോയി. അതിൻ്റെ എനിക്ക് ഇവിടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനോ മാതാവിനോട് നന്ദി പറയാനോ ഒന്നും പറ്റിയില്ല, കാരണം കോവിഡായിരുന്നു. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പം പോകുന്ന സമയങ്ങളിൽ എന്തു പറ്റി, എനിക്ക് ഇങ്ങനെ പുറം രാജ്യത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ എനിക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ ഒരു ബൈബിൾ മാത്രമായിട്ട് ഞാൻ പോയി. പക്ഷേ എനിക്ക് അവിടെ ചെന്നാലും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം എൻ്റെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശ്വാസവും ഉണ്ടായിരുന്നു. ആരെൻ്റെ അടുത്ത് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും, ഇപ്പോൾ ഒരു ജോലി ശരിയായില്ല അല്ലെങ്കിൽ എന്തൊരു അനുഭവം പറഞ്ഞാലും ഞാൻ ഉടനെ എൻ്റെ സാക്ഷ്യവും പറയും. അതുപോലെ തന്നെ അവരോട് പറയും, ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ 5-6 ദിവസത്തിനുള്ളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് അത് കിട്ടും, ഉറപ്പായിട്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അത് കിട്ടിയത് മൊത്തം അക്രൈസ്തവർക്കാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം, ഇവിടുത്തെ എന്തൊക്കെയാണ് ചടങ്ങുകൾ പ്രാർത്ഥനകളും എല്ലാം. അക്രൈസ്ത്യാനികൾക്ക് ഇത് പെട്ടെന്ന് അതൊരു ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രാർത്ഥിച്ച് അക്രൈസ്തവർ അങ്ങനെ 2-3 പേരെ പ്രാർത്ഥിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അങ്ങനെ അവരൊക്കെ ഇപ്പോഴും നല്ലൊരു വിശ്വാസത്തിലും മാതാവിൻ്റെ വിശ്വാസത്തിലും അവരൊരു കൃപാസനത്തിലും നല്ലൊരു വിശ്വാസിയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കുഴപ്പമില്ലാതെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനൊന്നും പറയാത്തതിൻ്റെ ഒരു വിഷമം ഭയങ്കരമായിട്ട് മുന്നിലിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞാനൊരു 6 മാസം മുന്നേ ഇവിടെ വന്നായിരുന്നു സാക്ഷ്യം പറയാനുള്ള ഒരു ആവശ്യമായിട്ട് ഞാനിവിടെ വന്നു. പക്ഷെ വരുന്നപ്പം ഞാൻ എൻ്റെ ഉടമ്പടി പത്രം എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അത് ഞാൻ പകുതി വഴി എത്തിയപ്പോഴാണ് ഓർത്തത്. അപ്പം ഞാനോർത്ത് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമായിരിക്കും എന്നോർത്ത് ഞാൻ വന്നു. പക്ഷേ അവർ പറഞ്ഞു പറ്റത്തില്ല, ഉടമ്പടി പത്രമില്ലാതെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ വന്നിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു. ഇനി ലീവില്ല, ഇനി വീണ്ടും വരാൻ വേണ്ടിയിട്ട്, തിരിച്ചു പോയിട്ട് പിന്നെ ഇനി എന്നാ വരുന്നേ, അങ്ങനെ ഭയങ്കര എനിക്കൊരു വിഷമമായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം ഇവിടെ വന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ശരിയായി കിട്ടിയെന്ന് വെച്ചാൽ, വരുന്നതിന് ഒരു 8 മാസം വരെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. ജോലിയില്ല, കുറേ അടുത്ത് ആപ്ലിക്കേഷൻ ഇട്ടു. പുള്ളിക്കാരൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പുള്ളിക്കാരനും നേഴ്സാണ് നാട്ടിലെ. പക്ഷേ ആപ്ലിക്കേഷനൊക്കെ ഇട്ടിട്ടുമായാലും ഒരിടത്തുനിന്നും ഒരു റിപ്ലൈയോ ഒന്നും വരുന്നില്ല. എല്ലാ ദിവസവും പുള്ളിക്കാരനിടയിൽ നിർത്തി ഞാനിടുന്നുണ്ട് ഒത്തിരി, എന്നാലും ഒന്നിനും ഒരു റിപ്ലൈ വരുന്നില്ല. ഇവിടെ ഞാൻ പുള്ളിക്കാരനെയും കുഞ്ഞിനെയും ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇവിടെ വന്നത്. അന്ന് ഇവിടെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുറേ നിറച്ച വസ്തുക്കളെല്ലാം ഞാൻ മേടിച്ചുകൊണ്ടാണ് പോയത്, കാരണം അന്ന് എൻ്റെ കയ്യിലുള്ള ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉടമ്പടി പത്രമില്ലാത്തതുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് ഉപ്പും തിരിയെല്ലാം കിട്ടി. ഞാൻ അതുകൊണ്ട് പോയി വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും ഈശോയുടെ ശക്തിയോടുകൂടി എല്ലാം ഉപയോഗിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. തിരിയൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇവിടുന്ന് ചെന്ന് ഒരു 15 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരനൊരു ജോലി കിട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു, പെട്ടെന്ന് ജോലി കിട്ടി. ഒരു ജോലിക്ക് കയറി പുള്ളിക്കാരൻ.
നിങ്ങൾക്കറിയാലോ, ഒരാണുങ്ങൾ വീട്ടിൽ ജോലി ഇല്ലാതിരുന്നാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി പെട്ടെന്ന് ജോലി കിട്ടിയത്. പിന്നെ അതുകൂടാതെ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും കൂടുതലായിട്ട് നമുക്ക് വിശ്വാസത്തിൽ വളരുവാനും കുർബാനയിൽ പോകുവാനും എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ 2 മലയാളി അച്ഛന്മാരാണ്. എപ്പോൾ വേണേലും നമുക്ക് ചെല്ലാം, കുമ്പസാരിക്കാനായാലും മലയാളത്തിൽ ഒരു കുഴപ്പമില്ല. എന്ത് ആവശ്യമെങ്കിൽ ചെന്നാലും അച്ഛന്മാർ അതുപോലെ നമ്മളെ സഹകരിക്കുന്ന 2 അച്ഛന്മാർ. നമുക്കിപ്പോൾ കുർബാനയ്ക്കായാലും എപ്പോൾ വേണേലും രാവിലെയും വൈകിട്ടും കുർബാനയുണ്ട്. അങ്ങനെ ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം ചില ഇടവകളിലൊന്നും അങ്ങനെ 2 നേരമൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ചില ഇടവകളിൽ ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്ത് മാസത്തിൽ ഒരിക്കലും ഒരു മലയാളം കുർബാനയുണ്ട്. അത് നമുക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇട്ട് പോകാനും പറ്റത്തില്ല. പിന്നെ ഇംഗ്ലീഷ് കുർബാന നമുക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയൊരു സംതൃപ്തി വരില്ല മലയാളം കുർബാന കാണാതെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ദൈവാനുഗ്രഹം തന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ കൂടുതലായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് എന്ന് ഞാൻ ഓർത്തില്ലേലും എൻ്റെ പിള്ളേരത് ഓർക്കും. കുരിശുവര കഴിയുമ്പോൾ ഉപ്പും പിന്നെ വെള്ളവും ഒക്കെ കൊടുക്കും. എൻ്റെ കയ്യിൽ തൈലയില്ല, അതുകൊണ്ട് ഞാൻ അതിന് പകരം ആനാവെള്ളവും ഉപ്പും കൊടുക്കും രാവിലെയും വൈകിട്ടും, സ്കൂളിൽ പോകുന്നതിന് മുന്നേയും തിരിച്ചു വരുന്നതിനും. അതുപോലെ എൻ്റെ മോനാണെങ്കിൽ അവന് പബ്ലിക് സ്കൂളിലായിരുന്നു. ഭയങ്കരം എല്ലാവരും കംപ്ലൈൻ്റ് ആയിരുന്നു, കുഞ്ഞ് നന്നായിട്ട് ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല, കാരണം ലാംഗ്വേജിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ അവന് കുറേ അസസ്മെൻറ്റൊക്കെ അവർ ബാംഗ്ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ലാംഗ്വേജുകൾ ചെയ്യുന്നത്, അതൊക്കെ ചെയ്തു. അപ്പോൾ അവൻ അതിനൊന്നും കുഴപ്പമില്ല. അപ്പം പുതിയ സ്കൂളിലോട്ട് പോയി കഴിയുമ്പം ഇച്ചിരി നല്ല സ്കൂളായിരുന്നു. ആ സ്കൂൾ മരിയൻ കാത്തലിക് സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം മരിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറിയത്തിൻ്റെ ആലോ, അങ്ങനെ കേട്ട് എനിക്കൊത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ അവനവിടെ അഡ്മിഷൻ കിട്ടി. എനിക്കിപ്പം ഞാനിങ്ങോട്ട് പോരാൻ 6 മാസം മുന്നേ ഞാൻ ഇവിടുന്ന് പോയത്. അപ്പോൾ പോയിട്ട് എനിക്ക് ദിവസം തോറും അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴും എല്ലാം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ സാക്ഷ്യം പറയാത്തതുകൊണ്ട്. അച്ഛനാണെങ്കിൽ ഒരു ദിവസം ഒരു ധ്യാനത്തിൽ പറയുന്നുണ്ട്, ഇവിടെ അടുത്തുള്ളവർക്ക് വന്ന് സാക്ഷ്യം പറയാൻ ബുദ്ധിമുട്ടാണ്, 2.25 ലക്ഷം രൂപ ടിക്കറ്റ് കൊടുത്തൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നാട്ടിലൊന്ന് പോകണം, തന്നെ പോയി ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളാം, ഒരു 10 ദിവസം അവധിക്ക് ഞാൻ നാട്ടിൽ പോവാമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരന് എതിർപ്പൊന്നും കാണിച്ചില്ല. കാരണം കുഞ്ഞുങ്ങൾ 2 പേരും ചെറുത്, അവരെ സ്കൂളിൽ വിടണം. അപ്പം പുള്ളിക്കാരന് ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു, നീ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ 10 ദിവസം അവധിക്ക് ഞാൻ ഇന്നലെ വന്നോളൂ. ഇന്നലെ വന്നപ്പം ഇവിടെ വന്ന് ഞാൻ എൻ്റെ ആ കാശുരൂപത്തിൻ്റെ മാതാവ് പോയായിരുന്നു. അപ്പം പിന്നെ ഞാൻ തൈലമൊന്നും നേരവാട്ടിന് യൂസ് ചെയ്തില്ല, പിന്നെ കൊണ്ടുപോയില്ല. എനിക്കതൊക്കെ പിന്നെ ഞാൻ 2 പ്രാവശ്യം പുതുക്കുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ആ ഉടമ്പടി തുടരാനൊരു മടി. അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് പുതിയൊരു ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് അതുകൊണ്ടൊരു സമാധാനമായി. എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു എൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. കാരണം ഇത്രയും വൈകിയോന്ന്, ഉടമ്പടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 3 മണി, ഇനി പറയാൻ പറ്റില്ലായിരിക്കുമോ എന്ന് പ്രതീക്ഷിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ എനിക്ക് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ നമുക്ക് ആർക്കും ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫുഡുകൾ നമ്മൾ സാധനം മേടിക്കുമ്പം ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞതുണ്ട്, നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. നമ്മൾ എപ്പോഴാണോ പോകുന്നത്, നമുക്ക് എന്താണോ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് ആ ഫുഡ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവർ വേണ്ടവർക്ക് അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഒത്തിരി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ചു അവരൊക്കെ എൻ്റെ അടുത്ത് മിക്കവാറും വരും. എൻ്റെ പിള്ളേരുടെ അടുത്തും എൻ്റെ അടുത്തും എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ ഓടും. പിന്നെ അവർക്ക് അങ്ങനെ ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അവർക്ക് അച്ചാറുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഫുഡായിട്ടൊന്നും ഞാൻ പിന്നെ നാട്ടിൽ എന്തെങ്കിലും ആവശ്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഉപ്പ് അവിടെ കിട്ടിയതുകൊണ്ട് ഉപ്പ് ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാം കഴിക്കാറുണ്ട്. അതുകൊണ്ട് അല്ലാതെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ഇനി എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനും അമ്മയടുത്ത് എന്നും ഈ ഉടമ്പടിയിൽ കഴിയാനും അനുഗ്രഹം കിട്ടണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഞങ്ങൾക്ക് കിണറില്ലായിരുന്നു. ഞങ്ങൾക്ക് കിണറില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുഴൽ കിണർ കുത്താൻ വേണ്ടി തീരുമാനിച്ചു. കുഴൽ കിണർ കുത്തി 580 അടി വരെ പോയിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വെള്ളം നമുക്ക് വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട് മോട്ടർ വെക്കാനും മടി. കാരണം അത്ര അടി താഴെയുള്ള കിണറിന് മോട്ടർ വെക്കണമെങ്കിൽ കുറഞ്ഞതൊരു 60,000 രൂപയുടെ വലിയ മോട്ടർ വെക്കണം, നല്ല പവറുള്ള, എന്നാലാണ് വെള്ളം മുകളിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരുന്നു മോട്ടർ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ ദിവസവും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലിയതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് വറ്റാത്ത നിറച്ച് വെള്ളമുണ്ട് 580 അടിയിൽ. അതൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് ഉപ്പ് വഴി കിട്ടിയത്. അതെനിക്കിവിടെ പറയാതിരിക്കാൻ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനൊരു 1000 നന്ദി. എൻ്റെ സാക്ഷ്യം ഇത്രയും ലേറ്റ് ആയതിനും അമ്മയ്ക്കും തിരുമാരനും ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്,
സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. മിൻറ്റു ജെയിംസ് ന്യൂസിലൻഡിൽ പോകുവാനായിട്ട്, അതായത് ഫാമിലിയായിട്ട് പോകണമെന്നോർത്ത് തൻ്റെ OET ഒക്കെ താൻ എഴുതുന്നു. എന്നാൽ ദൈവം തന്നെ എങ്ങനെയാണ് തനിക്കുള്ള വഴികൾ തുറന്നത്, ഫാമിലിയായിട്ട് പോകുവാനൊക്കെയുള്ള സാഹചര്യങ്ങളും അവിടെ ചെന്നതിന് ശേഷം ഒക്കെ തനിക്ക് കിട്ടിയ, അതായത് കുടുംബജീവിതം ഒരുമിച്ച് നയിക്കാനായിട്ട് അത് തന്നെ ഏറ്റവും വലിയ കൃപയായിട്ട് ഈ മകൾ പറയുകയാണ്. പിന്നീട് ഹസ്ബൻഡിൻ്റെ ജോലി, അതുപോലെ രോഗസൗഖ്യങ്ങൾ, തനിക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ലഭിച്ച രോഗസൗഖ്യങ്ങൾ, അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഓരോ കൃപകളും അതിലെല്ലാം ഉടമ്പടിയുടെ കണ്ടൻറ്റുകൾ, അതായത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ദൃഢപ്പെടുത്തുകയാണ്. പിന്നീട് തനിക്ക് തൻ്റെ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാവുന്നതിലുള്ള മനസ്താപവും, ഇന്നിവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതിയതായിട്ട് എടുത്തു. തൻ്റെ കാശ് രൂപമൊക്കെ ഡാമേജായി. അപ്പോഴതുകൊണ്ട് തന്നെ ഉടമ്പടി കാശ് രൂപം ഡാമേജ് ആയതിന് കൊണ്ട് തന്നെ പുതിയ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുകയുണ്ടായി. എത്രയോ പേരാണ് ലക്ഷങ്ങൾ മുടക്കി വന്ന് ഒരു സാക്ഷ്യം പങ്കുവെച്ചിട്ട് പോകുന്നതെന്ന്. ഇത് വെറുമൊരു സാക്ഷ്യമല്ല, ഇതൊരു സുവിശേഷ പ്രസംഗമാണെന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുക. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവം എങ്ങനെയാണ് വഴി നടത്തിയതെന്നുള്ളത് ലോകത്തോട് മൊത്തമായിട്ടുള്ളൊരു പ്രഘോഷണമാണിത്. അതുകൊണ്ട് തന്നെ എത്രയോ ദൂരത്ത് നിന്ന്, അതായത് ഇന്നിപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കുന്നവർ സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ വരുന്നു. മിൻറ്റുവും അതാണ് പറഞ്ഞത്, 10 ദിവസത്തെ അവധിക്കാണ് ഞാൻ വന്നത്, എനിക്ക് സാക്ഷ്യം പറയണം. എനിക്കതൊരു വല്ലാത്ത വിഷമമായിരുന്നു, മനസ്സിനൊരു ഭാരം. എന്നാൽ ഇന്നിവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും സാക്ഷ്യം പറയുവാനുമൊക്കെ തനിക്ക് സാധിച്ചു. തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നെങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക, തങ്ങൾക്ക് ഇന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എത്രമാത്രം വിലപിടിപ്പുള്ളതാണ്, മറ്റൊന്നും തങ്ങൾക്ക് അത്രയേറെ വിലപിടിപ്പുള്ളതായിട്ട് തങ്ങളുടെ ജീവിതത്തിലില്ല. എന്നാൽ ഉടമ്പടിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെ കാണുന്നു. വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, കുമ്പസാരം, എല്ലാറ്റിനും തങ്ങൾക്ക് അവിടെ സൗകര്യമൊരുക്കി എന്നാണ്. അതായത് അമ്മ എല്ലാറ്റിനും മുമ്പേ പോയി സൗകര്യമൊരുക്കി ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് കൂദാശ ജീവിതം നയിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41:10 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. തനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും, പ്രത്യേകിച്ച് ശുദ്ധജലത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു ഈ മകള്. എല്ലാറ്റിനും നന്ദി പറയുകയാണ് ഈ കുടുംബം. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.